2 കുട്ടികൾക്ക് പാമ്പ് കടിയേൽക്കുകയും അതിൽ ഒരു കുട്ടി അത് കാരണം മരണപ്പെടുകയും ചെയ്തു എന്നുള്ള വാർത്ത നിങ്ങളെല്ലാവരും കേട്ടിരിക്കുമല്ലോ. സീറോ സ്നേക്ക് ബൈറ്റ് ഡെത്ത് എന്നൊരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സർക്കാരും നമ്മളും എല്ലാം തന്നെ നീങ്ങുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു വാർത്ത നമ്മെല്ലാം തന്നെ വളരെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. പാമ്പ് കടി ഏറ്റാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ പല സ്ഥലത്തു നിന്നും കേട്ടിരിക്കാം. എങ്ങനെ പാമ്പ് കടി പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ചൂടുകാലമായപ്പോൾ തന്നെ പല പാമ്പ് കടികളുടെയും തോത് കൂടി വരുന്നതായി നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്. പാമ്പിന്റെ മാളത്തിൽ ചൂട് കൂടുന്നതിനനുസരിച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് അത് ചലിക്കുന്നതാകാം. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഭക്ഷണം തേടി വരുന്നതാകാം. ഈ ഒരു അവസ്ഥയിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് ക്രേറ്റ് എന്ന് പറയുന്ന വെള്ളിക്കട്ടൻ അല്ലെങ്കിൽ ശംഖുവരയൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പാമ്പിന്റെ കടിയേറ്റാണ് ഈ കുട്ടികൾക്ക് പ്രശ്നമുണ്ടായിരിക്കുന്നത്. നമ്മുടെ ക്ലൈമാറ്റിക് ചേഞ്ചസ് കാരണം പണ്ട് കാടുകളിൽ മാത്രം കണ്ടിരുന്ന പാമ്പുകൾ ഇപ്പോൾ നമ്മുടെ അർബൻ പ്രദേശത്ത് കൂടെ വളരെയധികം തോതിൽ കണ്ടുവരുന്നതായും ഒക്കെ തന്നെ കണ്ടുവരുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ചെയ്യാവുന്നതായ കാര്യങ്ങൾ എന്താണ്? എപ്പോഴും നമ്മുടെ ഒരു വീട് ഒരു സ്നേക്ക് പ്രൂഫ് ആക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. ഈ ഡോറിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ പൈപ്പിൻ്റെ ഹോളുകൾ ഇങ്ങനത്തെ സ്ഥലത്തിൽ കൂടെയൊക്കെയാണ് ഈ പാമ്പുകൾ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പരമാവധി സ്നേക്ക് പ്രൂഫ് ആക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്താവുന്നതാണ്. വെള്ളിക്കട്ടൻ എന്ന് പറയുന്ന പാമ്പിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ പാമ്പ് കടി കേൾക്കുമ്പോൾ പലപ്പോഴും കാല് വീർത്ത് വരിക ഇങ്ങനത്തെയൊക്കെ ലക്ഷണങ്ങളാണ് നമ്മൾ കേട്ടിരിക്കുക. പക്ഷേ ഈ ഒരു സ്പെസിഫിക് പാമ്പിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ആ ബൈറ്റ് മാർക്ക് പോലും നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. കടിക്കുന്നത് ചിലപ്പം അറിയത്ത് പോലുമില്ല. സാധാരണഗതിയിൽ തന്നെ ഉറങ്ങിക്കിടക്കുമ്പോൾ കടിയേൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സാധാരണ കണ്ടുവരുന്ന ഒരു ലക്ഷണം. പരമാവധി നമ്മൾ തറയിൽ കിടന്ന് ഉറങ്ങുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രിവെൻഷൻ സ്ട്രാറ്റജിയുടെ ഒരു പ്രധാന ഭാഗം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ അഥവാ അങ്ങനെ കിടക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കൊതുകുവലയുണ്ടല്ലോ, കൊതുകുവല നമ്മുടെ പൂർണ്ണമായിട്ടും മുകളിൽ നിന്ന് താഴോട്ടിടുന്ന കൊതുകുവല ബെഡിൻ്റെ ഉള്ളിലോട്ട് ടഗ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പാമ്പുകൾക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ ലെയറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതുമൊക്കെ തന്നെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ കാൽ കടിയേൽക്കുക എന്നുള്ളതും ഒരു വളരെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രൊട്ടക്റ്റീവ് ഗിയർ ധരിക്കുക, ടോർച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന പാതകൾ നമ്മൾ ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തി കൊണ്ടുപോവുക. അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റുപാടുമുള്ള ഭാഗങ്ങൾ കാട് പിടിച്ച് കിടക്കുകയാണെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതൊക്കെ തന്നെ പ്രിവെൻറ്റീവ് സ്ട്രാറ്റജിയിൽ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പാമ്പുകൾ പലപ്പോഴും വരുന്നത് അതിൻ്റെ ഭക്ഷണം തേടിയാണ് അല്ലേ. അപ്പോൾ എലികളായാലും പല്ലികളായാലും തവളകളായാലും ഇതൊക്കെ പാമ്പിൻ്റെ സാധാരണ ഒരു ഫുഡ് ചെയിൻ്റെ ഭാഗമാണ്. മനുഷ്യർ ഒരിക്കലും പാമ്പിൻ്റെ ഒരു ഫുഡ് ചെയിൻ്റെ ഭാഗമല്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അഥവാ പാമ്പ് കടി ഏറ്റാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ആ ഒരു ഭാഗം ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. അതായത് നമ്മൾ ആ ഭാഗം ഇപ്പോൾ കാലിലാണ് കടിയേറ്റെങ്കിൽ കാല് ചലിപ്പിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അയാൾ നടത്തിക്കുന്നതിലൂടെ വേഗം തന്നെ ആ വിഷം നമ്മുടെ ശരീരത്തിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അത് ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. 2, എത്രയും പെട്ടെന്ന് തന്നെ ആ ആളിനെ പാമ്പ് കടിയേറ്റ ആളിനെ സമാശ്വസിപ്പിച്ച് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കാലിൻ്റെ മുകളിൽ മുറുക്കി കെട്ടുക എന്നുള്ളൊരു കാര്യം പലപ്പോഴും ചെയ്യാറായിട്ടുണ്ട്. അത് ഒരിക്കലും തന്നെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അത് കാരണം ആ ഒരു കാലിൽ നിന്നുള്ള രക്തത്തിൻ്റെ സംക്രമണം നിന്നു പോവുകയും ആ കാലിന് വളരെ വളരെ അപകടമുള്ള സാഹചര്യത്തിലോട്ട് പോകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഒരു ആശുപത്രിയിൽ എത്തിയാൽ തന്നെ എന്താണ് സംഭവിച്ചു എന്നുള്ളത് ഡോക്ടറോട് വിശദമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. മറ്റൊരു പ്രശ്നം നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഈ പാമ്പിനെ തല്ലിക്കൊന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ഒരിക്കലും തന്നെ അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഇതിൻ്റെ ചികിത്സ നമ്മൾ നിർണ്ണയിക്കുന്നത് എപ്പോഴും ലക്ഷണങ്ങൾ വെച്ചാണ്, അല്ലാതെ ഒരു പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് മാത്രം ഇതിൻ്റെ മരുന്ന് കൊടുക്കുക എന്നുള്ളതില്ല. പക്ഷേ ഒരു പാമ്പ് കടിയേൽക്കുമ്പോൾ അതിൻ്റെ ഒരു പാമ്പിൻ്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു അഡീഷണൽ ഇൻഫർമേഷൻ എന്നുപരി ഒരു ചികിത്സ നിർണ്ണയിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘടകമായി നമ്മൾ കരുതാറില്ല. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ഫോണുള്ളതാണ്. ഫോണിൽ തന്നെ സർപ്പ എന്ന് പറയുന്ന ആപ്പുണ്ട്, സ്നേക്കിപീഡിയ എന്ന് പറയുന്ന ആപ്പുകളുണ്ട്. ഇതൊക്കെ തന്നെ സ്നേക്ക് റെസ്ക്യൂവേഴ്സിലോട്ടുള്ള ആക്സസ് നമുക്ക് തരുന്നുണ്ട്. അതിനകത്ത് ഏത് ഏരിയ നോക്കുകയാണെങ്കിൽ എവിടെയാണ് സ്നേക്ക് റെസ്ക്യൂവേഴ്സ് ഉള്ളതെന്നുള്ള ഇൻഫർമേഷൻ നമുക്കുണ്ട്. അടുത്തുള്ള ഹോസ്പിറ്റൽസ് ASV അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൻ്റെ പേരുകളും അതിൻ്റെ വിശദമായ വിവരങ്ങളും ഒരു ജിയോ ലൊക്കേഷൻ വെച്ചിട്ട് തന്നെ ഈ ആപ്പുകളിൽ അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കുക, ജാഗ്രത പുലർത്തുക, പാമ്പ് കടികളിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അഥവാ കടിയേറ്റാൽ എത്രയും പെട്ടെന്ന് തന്നെ സമാശ്വസിപ്പിച്ച ആരോഗ്യ ആശുപത്രിയിലേക്ക് എത്തിക്കുക.